എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് പ്രസന്റേഷൻ ഒരു പ്രോഗ്രാമാണ്. ഇത്രയും വലിയ പങ്കാളിത്തം നമ്മൾ ശരിക്കും സന്തോഷിക്കുന്നതാണ്. എൻ്റെ ആദ്യ സിനിമ ഞാൻ വളരെ ഇഷ്ടമുള്ള സിനിമയായിരുന്നു. അത് വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റ്, വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസ് ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ 2.5 വർഷത്തെ പ്രയാണം സിനിമയായിട്ട് വന്നിട്ടുള്ള ഒരു പ്രയാണം. ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ആദ്യം സുഹൃത്ത് എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇഷ്ടത്തിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിന് തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 26-ാം തീയതി സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. 26-ാം തീയതി ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. സിനിമയിൽ നേതൃത്വം സുധാകരൻ ചേർന്ന് നമ്മൾ കഴിഞ്ഞ 2 മാസം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യണം. എല്ലാവർക്കും താല്പര്യമുള്ളവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ ക്യാരക്ടറിനെ പുള്ളി വന്ന് ചെയ്തുകൊണ്ടാണ് എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാസാഹിത്യ പുസ്തകത്തിൻ്റെ റൈറ്റർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാബുക്കയാണ് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ ഉള്ള സമയത്ത് പറയാൻ സത്യത്തിൽ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ടോവിയിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രിയ സുഹൃത്തോടെയാണ്. അപ്പൊ അതിനവിടെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും 26-ന് തുടങ്ങാൻ പോകുന്ന ഈ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു ചിത്രം ഏറ്റവും വിജയകരമായിരിക്കട്ടെ എന്ന് തന്നെ ആദ്യമേ ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയോട് കൂടി തന്നെ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി വരികയാണെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അല്ലെ. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരാനതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് 2 പേരാണ്. അപ്പൊ അവര് 2 പേരും പ്രവാസികളാണ് അല്ലെ. അപ്പൊ അവരെ ഞാൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് Tipu Shan and GCC India Trade Ambassador Mr. Shiaz Hasan on stage. So 2 പേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. So this is Tipu Shan and Shiaz Hasan. സോ സംസാരിക്കുന്നത് ഓഫ്കോഴ്സ് അദ്ദേഹം തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് നിർമ്മാതാക്കളായി കടന്നു വന്നത് എന്നോട് അറിയാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ലോഞ്ചിങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഞാനും ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി ഉള്ള ഡിസ്കഷന്റെ ഫലമാണ് ഇന്നിവിടെ സാധ്യമായ ഇന്ത്യൻ സിനിമാ കമ്പനി. ഞങ്ങളുടെ ആദ്യത്തെ ഫിലിം തന്നെ വളരെ നല്ലൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനവും സന്തോഷവുമാണ്. കൂടാതെ ശ്രീ ടോവിനോ, ശ്രീ ചേരൻ, ശ്രീ സുരാജ്, ശ്രീ അനുരാജ് ഇവരെ പോലുള്ള കഴിവുള്ള കലാകാരന്മാരോട് കൂടി ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണും. അതുകൂടാതെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ സംവിധായകർ, ടെക്നീഷ്യൻസ്, കലാകാരന്മാർ ഇവരുടെ സാന്നിധ്യം ഒരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുകയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹായവും സഹകരണവും ഉപദേശങ്ങളും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഈ ഒരു വിജയത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചില ഞങ്ങളുടെ സുഹൃത്തുക്കൾ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. കൂടാതെ മീഡിയ പ്രത്യേകം നന്ദി പറയുന്നത് ശ്രീ ഷമി, ശ്രീ ബാദുഷ, എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. 1 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം ഒരു വലിയ ക്രൂവിന്റെ കൂടെ ഒരു പുതിയ സിനിമ ആരംഭിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും അതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്തതായി ഞാൻ ഈ സിനിമയുടെ ഇപ്പൊ ഇവിടെ എല്ലാവരും പറയുന്നു, എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയണമെങ്കിൽ ബാബുക്ക എന്ന് പറയണം എന്ന് മാത്രം. കാരണം എല്ലാ മേഖലയിലും സിനിമയുടെ എല്ലാ മേഖലയിലും തൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ ബാബുക്ക. ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ ബാബുക്ക ഇത് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്റ്റേജിലേക്ക്. Let me welcome Badushah on stage. അപ്പൊ ബാബുക്ക എന്താ പറയാനായിട്ടുള്ളത് ബാബുക്ക ഈ ഒരു മൊമെന്റില്?
എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം ടിപ്പുവും ഷിയാസും ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് വഴിയാണ് എന്നെ ബന്ധപ്പെടുന്നത്. അവരുടെ ആഗ്രഹം സിനിമ നിർമ്മാണ രംഗത്തോട് വരണമെന്നുള്ള ആവശ്യമായി വന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കേണ്ട ഈ സിനിമ അല്ല, എന്നാൽ വേറൊരു പ്രൊജക്റ്റാണ്. അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഏതായാലും അനുരാജുമായിട്ട് ഏകദേശം 15 വർഷത്തെ ബന്ധമാണ്. അനുരാജ് അസോസിയേറ്റ് ആയിട്ട് പറയുമ്പോൾ എൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ്. അനുരാജിന്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിന്റെ വിജയത്തിനും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ടിപ്പുവിനും ഷിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് മുമ്പോട്ട് പോകാം. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട്. അതുപോലെ ടൊവിയുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എപ്പോഴും ടൊവിക്കിനെ കളിയാക്കാനേ നേരുള്ളൂ. ഇതുവരെ സിനിമ സെറ്റിൽ കാണാറില്ല, സിനിമ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട്, പിന്നെ കാണാറില്ല, എപ്പോഴും പറയുന്നതാണ്. ഏതായാലും ഈ സിനിമയ്ക്കൊപ്പം നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു ബാദുക, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ സിനിമ എഴുതിക്കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി ഒരു എഴുത്തുകാരൻ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ തെറ്റായിരിക്കും. കാരണം കല്യാശ്ശേരി തീസിസ് എന്ന പുസ്തകത്തിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. അപ്പം അദ്ദേഹം ഓൾറെഡി ഒരു റൈറ്ററാണ്. പക്ഷെ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു എഴുത്ത് എന്ന് തന്നെ ഒരു സംശയവും ഇല്ലാതെ പറയാം. സോ ഒത്തിരി സ്നേഹത്തോടും നന്ദി ബഹുമാനത്തോടും കൊടുത്തത് ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ സിനിമയുടെ റൈറ്റർ അബിൻ ജോസഫിനെ സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ്. ഒരു കൈയടി, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് കൈയടിയൊക്കെ സമ്മാനിക്കാം. വെൽക്കം അബിൻ. താങ്ക് യു. ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയിൽ നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമയുമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥ എൻ്റെ അടുത്ത് പറയുകയും അത് നമ്മൾ ടൊവിനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നീട് ചേരൻ സാർ വന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നു. അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത്. 26 തുടങ്ങാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. സർക്കാർ ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇപ്പം അവൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സമൂഹത്തിൽ പറയേണ്ട ഒരു ത്രെഡാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ക് എന്ന സിനിമയിലൂടെയും ഞങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട ഒരു ത്രെഡ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഓഫ്കോഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം തന്നെ ടൊവിയുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടും ചേട്ടനായിട്ടും ഒക്കെ എപ്പോഴും ഒരു വലിയ പുഞ്ചിരിയോട് കൂടി നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടൊവിനോ തോമസിനെ നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, please put your hands together and welcome the very young, charming and handsome Tovino Thomas. So Tovino, welcome. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു മൊമെന്റിൽ എന്താണ് ടോവിനോ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ പേരിലെ ആവശ്യമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് ഫോഴ്സസിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാനും അനുരാജും തമ്മിലുള്ള പരിചയം ഒരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്. ഞങ്ങൾ സെമിത്തരി എന്നുള്ള സിനിമയിൽ അനുരാജ് അസോസിയേറ്റ് അത് ഞാനെല്ലാം അഭിനയിച്ചിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് മാറിപ്പോയി സിനിമയിൽ. അതിൻ്റെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റി അല്ലാത്ത സിനിമകളെ പറ്റി പൊതുകാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്. പിന്നെ
ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പം ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റുണ്ട്. അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ള ഒരു തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാമായ ബാധക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനാണെങ്കിലും അഭിനാണെങ്കിലും എഡിറ്റർ ഷെയറാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന ഇതിന്റെ DOP വിജയ് എന്ന് പറയുന്ന സമീർ ഗണേശന്റെ മിന്നൽ മുരളിലുണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ജയിച്ചേട്ടനാണ് എന്റെ മ്യൂസിക്, അങ്ങനെ ഒരുപാട് എല്ലാവരും നേരിട്ട് പറയാത്ത ഇനിയും ആളുകളുണ്ട്. ഈ ഒരു സിനിമ വളരെ നല്ല ഉദ്ദേശത്തോടെ എടുക്കുന്ന ഒരു സിനിമയാണ്. ഞാനൊരു മാസ് മസാല എന്റർടൈൻമെന്റ് ആയിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും, ഒരു ഗുഡ് വാച്ച് ആയിരിക്കും, ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി റൈറ്റർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണ്. എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവർ വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് വിദ്യാർത്ഥികളും എല്ലാവർക്കും തുടർന്ന് കൂടി സിനിമയുടെ തുടക്കമാണ്. ഈ സിനിമ രംഗത്ത് വരെ ഇറങ്ങിയതിനു ശേഷവും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത്. തീർച്ചയായിട്ടും അതിലെ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അതിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വീണ്ടും തരും. താങ്ക് യു സോ മച്ച്. ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ തന്നെ ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് സ്ക്രീൻ അഭിനയിക്കാൻ കൂടെ പോവാണ്. സോ അത് എത്രത്തോളം ചൊവ്വീനെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഗ്രാഫും പോക്കിഷവും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ എളുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് ചേരൻ സാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സന്തോഷിച്ചത് ഞാൻ തന്നെയായിരിക്കും. കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റുമാണ്. Thank you so much. And moving to the next, of course, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കും നമ്മളുടെ ചേരൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ബിഫോർ ദാറ്റ് we have a little ceremony on stage. നമ്മളുടെ സിനിമയിലേക്ക് വന്നിട്ടുള്ള നിർമ്മാണ കമ്പനിയുടെ ലോഞ്ചിങ് സെറമണിയാണ് ആദ്യം നമ്മളിപ്പോൾ ഈ വേദിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുപാട് ബഹുമാനവും ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഇഷ്ടവും തോന്നിയ ഒരു തമിഴ് നടനാണ് അദ്ദേഹം. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എന്തോ ഇഷ്ടമാണ് അദ്ദേഹത്തെ, അല്ലെ പറയാനായിട്ടാണോ അമ്മയ്ക്ക് ഇല്ല? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഇവരെല്ലാവരും ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ മലയാള സിനിമയിൽ അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയുള്ള ഈ സിനിമയുടെ ഒരു മെയിൻ പില്ലർ ആയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ചേരൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
So I request everyone, please put our hands together and welcome him onto the stage with a huge round of applause. எல்லாருக்கும் வணக்கம். மலையாளம் ஃபஸ்ட்டு மலையாள இண்டஸ்ட்ரி நடிக்கல இது வரைக்கும், பட் ஆனால் மலையாளம் பேசி நடிச்சிருக்கேன் ஆட்டோகிராஃபில். ஸோ மலையாளிஸ் எல்லாருமே என் மேலே ரொம்ப பிரியமாக இருப்பாங்க, எனக்கு ரொம்ப பிடிக்கும். ஸோ தேங்க்ஸ் டு ஆல் மலையாளம் ஆடியன்ஸ். ரைட், இந்த படம் நான் ரொம்ப நாள் எல்லாரும் கேட்டாங்க மலையாள படம் நடிக்கிறதுக்கு. பெரிய இன்ட்ரெஸ்ட் காட்டல, நான் இங்கே நிறைய ஒர்க் இருந்ததுனால. இப்போ நான் இந்த படம் நடிக்கிறதுக்கு முக்கியமான காரணம் வந்து 2 பேர் தான். ஒன்று அனுராஜோட இந்த ஃபஸ்ட்டு படம் வந்து ரொம்ப ஒரு ஷேக் பண்ணிச்சு, ரொம்ப டெம்ப் பண்ணிச்சு. ஒரு 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 10 days நான் அந்த படம் பார்த்துட்டு டிஸ்டர்ப் ஆகிட்டேன். எப்படி இப்படி ஒரு டைரக்டர் ஒரு 3 கேரக்டர் வச்சுக்கிட்டு ஒரு நைட்டில் இப்படி ஒரு ஸ்கிரிப்ட் பண்ண முடிஞ்சு அப்படின்னு. ஸோ நான் நிறைய பேர்ட்ட சொல்லி என்ன சொல்ல போனால், நான் ரீமேக் வாங்கி டைரக்ட் பண்ணணும்னு நினச்சதே கிடையாது. ஒரு படத்தை வாங்கி ரீமேக் பண்ணணும் அப்படின்னு இந்த படத்தை வாங்கி பண்ணணும்னு நினச்சேன், எனக்கு கிடைக்கல. அதே மாதிரி நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் டொவினோ. எனக்கு சமீப காலங்களில் ரொம்ப ரியலாக, ரொம்ப பக்கத்தில், நம்மளோட க்ளோஸ் டு ஹார்ட், ஸோ நெக்ஸ்ட் டோர் நம்ம கூட இருக்கிற ஆள் மாதிரி ஃபீல் பண்ணுற ஒரு ஆர்டிஸ்ட் டொவினோ. நான் வந்து ரொம்ப வருஷமாக நிறைய படங்களில் பார்த்தாலும் இன்னும் அடுத்த படம் எப்போன்னு பார்க்குற அளவுக்கு வெயிட் பண்ண வைக்கிற ஒரு ஆக்டர். ஸோ அது எனக்கு ரொம்ப பிடிச்சிருந்தது. ஸோ அதனால் இவங்க 2 பேரோட ஜாயின் பண்ணுறதுல எனக்கு ரொம்ப ஹாப்பி. அதனால் எனக்கு கேட்ட ஒன்று, அந்த சப்ஜெக்ட் ஆல்சோ வெரி டிஃப்ரெண்ட். இட்ஸ் நாட் அ யூஸ்வல் ஒரு சினிமா கிடையாது. அந்த ரைட்டர் ரொம்ப அழகாக சொன்னார். எங்கள் 2 பேர் வந்து நீ மீட் பண்ணாங்க ஆஃபீஸில். இவங்க அட்டன் பண்ணது ரொம்ப முக்கியமான சினிமா. இட்ஸ் நாட் அ நார்மல் ஒரு கடந்து போகிற சினிமாவாக அது இருக்காது. அந்த சினிமாவுக்குள்ளே இன்டெப்த்தாக போன ஒரு பெரிய அரசியல் இருக்கு. ஸோ அது வரும். தேங்க்யூ. என்னை நீங்கள் முதல்ல வெல்கம் பண்ணதுக்கு, இந்த இண்டஸ்ட்ரிக்கு என்னை கூப்பிட்டு வந்ததுக்கு ரொம்ப நன்றி. ஸோ இந்த கம்பெனி வந்து புதுசாக ஃபார்ம் ஆகுது. ஸோ எல்லோரும் நல்லபடியாக ஒர்க் பண்ணுங்க. உங்களோட ஹார்ட் ஒர்க் கண்டிப்பாக உங்களை மேலே கூட்டு போகணும். தேங்க்யூ ஸோ மச். So welcome you Priyamada. Of course, you should say a few words. വളരെയധികം എക്സൈറ്റഡ് ആണ്. സ്പെഷ്യലി ഇഷ്ക കണ്ടതിന് ശേഷം നിങ്ങളുടെ പടത്തിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അത് സാധിക്കുന്നു, വളരെയധികം സന്തോഷം. ആൻഡ് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഭാഗമാവാൻ പറ്റിയതിനും എല്ലാം വളരെയധികം സന്തോഷിക്കുന്നു. ആൻഡ് ഇത്രയും ബ്രില്യൻറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ പോവുക എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. Thank you so much Priyamada. I'm moving to the title announcement here, but before that we have a chief guest. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ with all the love and respect I would like to welcome Major Ravi sir on stage. So ladies and gentlemen, please put your hands together and welcome him onto the stage. ആദ്യം ഒരു ആശംസ പറഞ്ഞതിന് ശേഷം അല്ലെ സിനിമയിലേക്ക് ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇനിയും വിശിഷ്ട അതിഥികളുണ്ട്. അപ്പം സാർ ഒരു 2 വാക്ക് സംസാരിച്ചതിന് ശേഷം പ്ലീസ്. Good evening, ladies and gentlemen. ടോവിനോനെ കുറിച്ച് പറഞ്ഞാൽ, ആദ്യമായിട്ടൊരു സിനിമ കണ്ടിട്ട് ഞാൻ തേടി പിടിച്ച് തൃശ്ശൂർ വണ്ടിയെടുത്ത് പോയി വഴിയിൽ രാത്രിയിൽ വിളിച്ചു വരുത്തി അപ്രിസിയേഷൻ ചെയ്തു. ABCD റോഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മോനെ യു ആർ ഗോയിങ് ഫോർ എ ലോങ് വേ. ആ ഒരു ചെറിയ റോഡ് കണ്ടിട്ട് അപ്പം എൻ്റെ ഉള്ളിൽ സെൽഫിഷ്നസ് ഉണ്ടായിരുന്നു. ടോവി വെച്ച് ഒരു പടം ചെയ്യാൻ ഇന്ന് വരെ പയ്യ എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ്. ബട്ട് വൺ തിങ് ഐ ടെൽ യു, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓർ മൈ അൺഫോർച്ചുനേറ്റ്. പിക്കറ്റ് 43 എന്ന സിനിമ ഞാനും ടോവി കൂടെ ചെയ്യേണ്ടതായിരുന്നു. I was so excited to work with him, but then don't have to explain, something happened. Anyway, I wish them all the best, especially to the director, because as somebody said, Ishq ennulla cinema Cheran paranja kodukkunna, it really haunted me. Why? Because there are 3 characters. ഞാൻ 2 ക്യാരക്ടറിനെ വെച്ച് ചെയ്താണ് പിക്കറ്റ് 43. പക്ഷെ നിങ്ങൾ അതിന് മുമ്പെയാണ് അതിന് ശേഷം ഈ 3 ക്യാരക്ടറിനെ വെച്ച് 1 night. That's a perfection of a director. Anyway, you are appreciated. You got to go a long way. Okay. A lot of things are waiting for you. Other producers in the first company, that will be a huge success and a huge hit. Okay, God bless you all. God bless everyone.
Writer, yes. All the best. Thank you. Thank you, sir. Thank you so much. And next, I would like to welcome writer and director Mr. Jinu Abraham and also the very famous writer Abhilash Pillai. രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച റൈറ്റേഴ്സും ഒപ്പം തന്നെ ഡയറക്ടറുമായിട്ടുള്ള ജിനു എബ്രഹാം ആൻഡ് ഓൾസോ ദ റൈറ്റർ അഭിലാഷ് പിള്ള ഇരുവരെയും വേദിയിലേക്ക് എല്ലാവിധ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യെസ്, സോ ആരിൽ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് നടത്തി നമുക്കൊരു ആൽഫബറ്റ് ഓർഡറിൽ പോവാം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിലാഷേട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് സ്കൂളിലും കോളേജിലും പഠിച്ചപ്പോൾ ഇത് തന്നെ പ്രശ്നം, വൈവിക്കടക്ക് ആദ്യം വിളിക്കും. എന്തായാലും വലിയ സന്തോഷമാണ്, പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരുന്നു. അത് വരുമ്പം ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധായകർക്കും വലിയ സന്തോഷമാണ്. കാരണം ഈ കഥ പറയാൻ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ വഴി. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെഴുത്തും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെന്ന് പറയുന്നത്. ഇത് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ബാധക്ക നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. പിന്നെ ടോവി ഒന്നും പറയാനില്ല, കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. അപ്പൊ ഇനിയും വലിയ ഹിറ്റുകൾ പിറക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം. പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ അനുവും ഞാനും കൂടെ നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഈ പ്രോജക്റ്റിനെ പറ്റി എന്തോ അതിനടുത്ത് പറയുന്നുണ്ട്. അപ്പം ഒരു സംവിധായകന്റെ 2 വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു. അതിലാണ് ഏറ്റവും വലിയ കൺഗ്രാറ്റ്സ്. 2 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ടോവിയുടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു. അത് വലിയ കാര്യം. പിന്നെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ചേരൻ സാറിന്റെ. എനിക്ക് ചേരൻ സാറിനുള്ളത് കാരണം 20 വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത്. അന്ന് ഗോപികനെ സാറ് അങ്ങോട്ട് കൊണ്ടുപോയി, ഇന്ന് ഞങ്ങൾ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്തായാലും അതിന് അനുരാജിന് കൺഗ്രാറ്റ്സ്. അതേപോലെ ഹീറോയിൻ ആയാലും റൈറ്ററാണ്, പുതിയ ഫസ്റ്റ് മൂവിയാണ്. അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ എന്ന് പറയേണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരുതുന്നത്. ഇനിയും ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് പിറക്കട്ടെ. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ്, ഓൾ ദി ബെസ്റ്റ്. ശരിക്കും വലിയ സന്തോഷമുള്ള ഈവനിങ്. രാവിലെ അനുരാജ് വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരാം ഈ പരിപാടി. കാരണം ഈ സിനിമ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടൊവിയും അനുരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ സിനിമ നടക്കുന്ന സമയത്ത് തന്നെ ടൊവി വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട്. അപ്പം വലിയ വിജയമായിട്ട് എല്ലാവിധ ആശംസകളും ചേരൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. Thank you so much. Now the most awaited moment, നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിലേക്കാണ്. വർഷങ്ങളായിട്ട് അറിയാം ബാദുഷനെ. പിന്നെ മലയാള സിനിമയിൽ ബാദുഷനെ അറിയില്ല. അപ്പം അതിലുപരി ഞാൻ വായിച്ച സ്ക്രിപ്റ്റാണ്, ഫാന്റാസ്റ്റിക് സ്ക്രിപ്റ്റാണ്. ഇങ്ങനെ അനുരാജ് അത് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നോട് അതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അത് വായിക്കുമ്പോൾ തന്നെ ഹൗ മച്ച് കോൺഫിഡൻസ് ഹി ഹാഡ് എന്നുള്ളത് എനിക്കറിയാം. ഫോർ ആൻ ആക്ടർ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ക്യാരക്ടർ. സോ ഓൾ ദി ബെസ്റ്റ് ടു ദ പ്രൊഡക്ഷൻ and the entire team of